നിന്റെ പേരെന്താണ്? അലാവുദ്ദീൻ ഷാൻഷാ. നാളത്തെ സഭയിൽ നീ ഹാജരുണ്ടാവും. ആരവിടെ? അലാവുദ്ദീനെ അകമ്പടിയോടുകൂടി വീട്ടിലെത്തി. ഷാൻഷാ. കുമാരി രോഷ്നിയെ നാം കാണണമെന്ന് പറയും. വരൂ മകളെ. നോക്കൂ, ശ്യാം ദേശത്തിലെ രാജകുമാരി സുഹർബാന്റെ ഭർത്താവ് ഫസുൽ ജമാൽ രാജകുമാരൻ. അങ്ങോട്ട് ചെല്ലും. സുഹർബാൻ നിന്നെയും കാത്തു നിൽപ്പുണ്ട്. അവരെ സ്വീകരിച്ച് വിശ്രമത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ ഈ രാജ്യത്തെ സേനാനായകനാണ്. ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളയെയും അക്രമങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ അന്വേഷിക്കാം. അന്വേഷിക്കാമെന്ന് പറയുന്ന സേനാനായകനെയല്ല, കൊള്ളക്കാരുടെയും കൊലപാതകളുടെയും ശിരസ് വെട്ടി നാൽക്കവലകൾ പ്രദർശിപ്പിക്കാൻ സാമർഥ്യമുള്ള സേനാനായകനെയാണ് ഈ രാജ്യത്തിന് ഇന്ന് ആവശ്യം. മുഹമ്മദ് ഹുസൈൻ, അങ്ങനെ ചോരത്തുറപ്പുള്ള യുവാവ് ബാഗ്ദാദിൽ ഇനിയും ജനിച്ചിട്ടില്ലെന്നുണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. അതെ ഷാഹിൻഷാ, പല യുദ്ധരംഗങ്ങളിലും ഈ സിംഹാസനത്തിന് വേണ്ടി ധീരമായി പൊരുതിയവനാണ് എന്റെ മകൻ കമറുദ്ദീൻ. ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകന്റെ വാൾ നിങ്ങൾ ഉപേക്ഷിക്കുക. പകരം ബാഗ്ദാദിലെ ഖജനാവിന്റെ താക്കോൽ നാം നിങ്ങളെ ഏൽപ്പിക്കും. ഷഹൻഷാ, കൽപ്പന പോലെ. കമറുദ്ദീൻ, നമ്മുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ഹുസൈന്റെ പുത്രൻ കമറുദ്ദീനെ നാം ഇന്നു മുതൽ ബാഗ്ദാദിലെ സേനാനായകനായി നിയമിച്ചിരിക്കും. ഈ മണ്ണിൽ വരുന്ന അക്രമത്തിനും അനീതിക്കുമെതിരായി ഈ വാൾ ചലിക്കട്ടെ. കൽപ്പന പോലെ. നമ്മുടെ അതിഥികളായി വന്ന ശ്യാംദേശ രാജകുമാരിയെയും അവരുടെ ഭർത്താവിനെയും കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച അലാവുദ്ദീന് ഒരു പാരിതോഷികം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അലാവുദ്ദീൻ, നിന്റെ ധീരത ഈ നാട്ടിൽ എല്ലാവർക്കും വഴികാട്ടിയായിരിക്കട്ടെ. നാം നിനക്കിത് സമ്മാനമായി നൽകുന്നു. അമീർ, ഉമ്മയ്ക്ക് എന്ത് പറ്റി? ആലംബന വിളക്ക് തേച്ചു ഞാൻ വന്നു.
എന്നെ കണ്ട് ഉമ്മ വീണു. പാവം. നിനക്ക് ബുദ്ധിയുണ്ടോ? ഉമ്മയുടെ മുമ്പിലാണോ പ്രത്യക്ഷപ്പെടുന്നത്? അയ്യോ വെള്ളം. നീ മാറ്. ഉമ്മ ഉമ്മ മോനെ ഉമ്മ പേടിക്കണ്ട, ഇത് അമീർ എന്ന ഭൂതമാണ്. നമ്മളെ ഒന്നും ചെയ്യില്ല, നമ്മുടെ ഭൂതമാണ്. നിനക്ക് ഈ ഭൂതവും പ്രേതവും ഒക്കെ ആയിട്ടുള്ളോടാ കൂട്ടുകെട്ട്. ഈ വിളക്കാര് തേച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടും, എന്തും സാധിച്ചു കൊടുക്കും. ഉമ്മയ്ക്ക് വേണ്ടത് ചോദിക്കും. എനിക്കൊന്നും വേണ്ട മോനെ. എന്തെങ്കിലും ചോദിക്കും ഉമ്മ, അമീർ കൊണ്ടുവരും. നമുക്ക് കുറച്ച് നല്ല ഉടുപ്പൊക്കെ വേണ്ടേ മോനെ? ഞങ്ങൾക്ക് ഉടുക്കാൻ നല്ല തുണി വേണം. ആവശ്യമുള്ളതെടുത്ത് ധരിച്ചോളൂ. അമീർ, എന്റെ ഈ വീട് മാറ്റിയിട്ട് എനിക്കൊരു നല്ല വീട് വേണം. എടാ മോനെ, കൊള്ളവല്ലോടാ നിന്റെ ഭൂതം. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എന്നെ ചീത്ത വിളിച്ചില്ലേ? ഇനിയിപ്പൊ എന്താ വേണ്ടത്? ഇനി നീ ഇങ്ങനെ നടന്നാ പറ്റില്ല, എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. അമീർ, എടാ മോനെ, എല്ലാ കാര്യവും നീ ഒറ്റ നിമിഷം കൊണ്ട് അമീറിനോട് പറഞ്ഞ് സാധിച്ചാലേ നാട്ടുകാർക്കൊക്കെ നമ്മളോട് സംശയം തോന്നും. അത് നമുക്ക് ആപത്താ.